ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ. കഥ നടക്കുന്ന കാലഘട്ടം പണ്ടത്തെ ഈ രാജാക്കന്മാരുടെയൊക്കെ സമയമുണ്ടല്ലോ, അപ്പോഴാണ് ഇപ്പൊ ഒരു നാട്ടില് ആ നാട്ടിലത്തെ കൊട്ടാരം കാണിക്കാണ്. ആ കൊട്ടാരത്തിനരികിലേക്ക് രാവിലെ തന്നെ ഒരു പരിചാരിക രാജാവിനും അതുപോലെ തന്നെ രാജ്ഞിക്കുമായിട്ടുള്ള ഭക്ഷണവുമായിട്ട് പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരുടെ ആ ഒരു മുറിയുടെ മുന്നിലെത്തിയ സമയത്ത് വാതിൽ തട്ടിയിട്ടും തുറക്കുന്നില്ല. അതുപോലെ തന്നെ ആ ഒരു വാതിലിന്റെ അടിഭാഗത്തൂടെ ചെറിയ രീതിയിൽ രക്തം ഒഴുകുന്നത് ഇവർ കാണുകയാണ്. ഈ ഒരു പരിചാരിക ആകെ പേടിച്ചു പോയിട്ട് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് കൊട്ടാരത്തിലെ ബാക്കി എല്ലാവരും അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. അതായത് ഇപ്പോഴാണ് ഇവർ അറിയുന്നത് കേട്ടോ, രാജാവും അതുപോലെ തന്നെ മഹാറാണിയും മരിച്ചിട്ടുള്ള കാര്യം. ഇപ്പൊ പട്ടാളക്കാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും എല്ലാവരും അലേർട്ടാകുകയാണ്. അതായത് കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അധികം നേരമൊന്നും ആയിട്ടില്ല, അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഈ ഒരു കൊട്ടാര വളപ്പിൽ എവിടെയോ അവനുണ്ട്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിന്റെ എല്ലാ വാതിലും അടക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും അവരുടെ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചു നേരം തപ്പിയ സമയത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഷെഡ് പോലെയുള്ള സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഒരു ആള് കണ്ടുപിടിക്കുകയാണ് ഇവര്. മറ്റാരുമല്ല, രാജാവിന്റെ മൂത്ത മകനാണ്. അവന്റെ കയ്യിൽ ഒരു കത്തിയുണ്ട്, ആ കത്തിയിൽ രക്തമുണ്ട്. ഈ മകനാണെങ്കിൽ ബോധമില്ലാതെ താഴെ കിടക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും എന്താ വിചാരിക്കുക, ഇവൻ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന്. അതുപോലെ തന്നെ രാജാവിന്റെ രണ്ടാമത്തെ മകൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് കൺഫേം ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഈ മൂത്ത മകനെ ജയിലിലാക്കാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ നമ്മുടെ കഥയുടെ ഹീറോയിനെ കാണിക്കുകയാണ്. ഒരു ചെറിയ പെൺകുട്ടിയാണ്, അവളുടെ പേര് ഡൈന എന്നാട്ടോ. അപ്പോ അവൾ അവളുടെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചുറ്റുമുള്ള ഗ്രാമവാസികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ കുതിരപ്പുറത്ത് അങ്ങനെ പോവാണ്. എന്നാൽ ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഡൈനയെ കണ്ട ഉടനെ തന്നെ ഇവരുടെ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഭയത്തോട് കൂടിയിട്ട് ഡൈനയുടെ മുന്നിൽ ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. എന്തായാലും അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഡൈന ഇപ്പൊ നേരെ അവളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. അതായത് ഒരു മലയുടെ അടിഭാഗത്തായിട്ട് ആ താഴ്വരയിൽ ഒരു കുടില് പോലത്തെ വീട്ടിലാണ് അവൾ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഡൈനയുടെ ഈ കുടുംബം എന്ന് പറഞ്ഞാല് ഒരുവിധം മന്ത്രവാദികളാണ് ഇവരെല്ലാവരും. അതുകൊണ്ടാണ് നാട്ടുകാർക്ക് ഇവരോട് ഈ ഒരു പേടി. അത് മാത്രമല്ല, ഡൈനയ്ക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അവൾ ആരുടെയും കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നോക്കുന്ന ആളുടെ എല്ലാ രഹസ്യവും ഡൈനയ്ക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ കണ്ണ് വെച്ച് അവൾക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാനും കൂടെ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഡൈനയുടെ കണ്ണിലേക്ക് എല്ലാവർക്കും നോക്കാൻ ഭയം. അവര് കണ്ണ് താഴ്ത്തി താഴേക്ക് നോക്കുന്നത്. എന്നാൽ ഡൈനയുടെ ഈ ഒരു കുടുംബം ഉണ്ടല്ലോ, മന്ത്രവാദികള്, ഇവര് നാട്ടുകാർക്ക് ദോഷമായിട്ടുള്ള ഒരു കാര്യം ചെയ്യില്ല, നല്ലവരായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ഡൈനയുടെ അമ്മ ജോലി ചെയ്യുന്നത് നമ്മൾ ആദ്യം കണ്ട ആ ഒരു കൊട്ടാരം ഉണ്ടല്ലോ, ആ കോട്ടയുടെ ഉള്ളിലാണ്. അങ്ങനെ ഒരു ദിവസം ഡൈനയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് കോട്ടയിൽ നിന്നും ഒരാൾ വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, രാജാവിന്റെ രണ്ടാമത്തെ മകനാണ് ഡ്രേക്ക്. അപ്പൊ ഡ്രേക്ക് വന്നിട്ട് നമ്മുടെ ഡൈനയെ വിളിക്കുകയാണ്. നിന്റെ അമ്മ കോട്ടയിലുണ്ട്, നിന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു, ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആദ്യമൊക്കെ ഡൈനയ്ക്ക് പോകാനൊരു പേടിയായിരുന്നു. ഇപ്പൊ അവളുടെ ചേട്ടൻ പറയാണ്, കുമാരനല്ലേ വിളിക്കുന്നത്, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ, നീ പൊയ്ക്കോ എന്നൊക്കെ ധൈര്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ചെറിയൊരു കത്തിയും കൊടുക്കുന്നുണ്ട്, ഒരു ധൈര്യത്തിന്. അങ്ങനെ പിന്നീട് രാജാവിന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള ഡ്രേക്ക് ഡൈനിയുമായിട്ട് നേരെ കോട്ടയിലേക്ക് എത്തുകയാണ്. എന്തിനാണ് അവളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കിയായിട്ട് അവൾക്ക് മനസ്സിലാകും അയാൾ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന്. അപ്പോൾ ഈ രണ്ടാമത്തെ മകന് കൺഫേം ചെയ്യണമായിരുന്നു മൂത്ത ആളാണ്, അതായത് മൂത്ത രാജകുമാരന്റെ പേര് ഡേവിൻ ആണ്. അപ്പൊ ഡേവിൻ തന്നെയാണ് രാജാവിനെയും മഹാറാണിയും കൊന്നതെന്ന് ഇവന് തെളിയിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഡൈനയെ കോട്ടയിലേക്ക് കൊണ്ടുവന്നത്. കോട്ടയിൽ എത്തിയ സമയത്ത് ഡൈനയുടെ അമ്മ ഉണ്ടല്ലോ, അവളെ കാണാണ്. മോളെ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാൻ പറഞ്ഞല്ലേ കോട്ടയുടെ ഭാഗത്തൊന്നും വരാൻ പാടില്ല എന്ന്. അപ്പൊ ഡൈന ചോദിക്കാണ്, അല്ല അമ്മ വിളിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്? മോളെ, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ലല്ലോ. ഇതേ സമയത്ത് തന്നെ രണ്ടാമത്തെ കുമാരൻ, അതായത് ഡ്രേക്ക് അവിടെയുണ്ട്. ഇപ്പൊ ഡ്രേക്ക് ഈ ഡൈനയുടെ അമ്മയോട് പറയാണ്, അത് പിന്നെ ഞാൻ മനഃപൂർവ്വം നുണ പറഞ്ഞതാണ്. എനിക്ക് എന്റെ അച്ഛനെയും അതുപോലെ തന്നെ അമ്മയും നഷ്ടമായിട്ടുണ്ട്. അത് ചെയ്തത് എന്റെ ഏട്ടനാണോ എന്നെനിക്ക് സംശയമുണ്ട്, എനിക്കത് കൺഫേം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്നോടൊന്ന് സഹകരിക്കണം, ദയവ് ചെയ്ത് നിങ്ങളുടെ മകളെ കൂടെ ഒന്ന് വിടണം. ഡൈനയുടെ അമ്മയ്ക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അവര് സമ്മതിക്കുകയാണ്, അതായത് സത്യം തെളിയട്ടെ എന്ന രീതിയിൽ. അങ്ങനെ ഇപ്പോ ഡൈനിയുമായിട്ട് ഈ കുമാരനുണ്ടല്ലോ, അതായത് ഡ്രേക്ക്, അവൻ നേരെ കൊട്ടാരത്തിന്റെ അടിഭാഗത്തുള്ള ആ അറയിലേക്ക് ചെല്ലുകയാണ്. ഒരു ഭൂഗർഭറയാണത്. ആ അറയിൽ തന്നെ ഉണ്ടായിരുന്ന രഹസ്യമായ ഒരു മുറിയിലാണ് മൂത്ത മകനായിട്ടുള്ള ഡേവിനെ ഇപ്പൊ പട്ടാളക്കാർ പൂട്ടി വെച്ചിരിക്കുന്നത്. ആ മുറിയിലേക്ക് ഇപ്പോ നമ്മുടെ ഡൈനിയെ ആര് കൂട്ടിക്കൊണ്ടുപോകണം, ഡ്രേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അങ്ങനെ ഈ മൂത്ത കുമാരന്റെ കണ്ണുകളിലേക്ക് ഡൈൻ അങ്ങനെ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ രണ്ടാമത്തെ ആളായിട്ടുള്ള ഈ ഡ്രേക്ക് ഉണ്ടല്ലോ, ആ അറയുടെ തന്നെ മറ്റൊരു ഭാഗത്തായിട്ട് രഹസ്യമായിട്ട് ഇരുമ്പിന്റെ എന്തോ ഒരു കൂടുണ്ട്. അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ എന്തോ ചില ജീവികളുടെ ഒരു മുരൾച്ചയും അതുപോലെ തന്നെ അരൾച്ചയും കേൾക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഇറച്ചി കഷ്ണം എടുത്തിട്ട് ഒരു ട്രാപ്പിന്റെ മുന്നിലായിട്ട് വെക്കുകയാണ്. ഇതേ സമയത്ത് ആ കൂട്ടിലുണ്ടായിരുന്ന ജീവികളുണ്ടല്ലോ, കണ്ട ഒരു പല്ലിയെ പോലെ തോന്നും. ഇതൊരൊറ്റ വരുത്താണ്, അതായത് ആ ഒരു ഇറച്ചി കഷ്ണം കടിക്കാനായിട്ട്. എന്നാൽ അത് കടിക്കാനായിട്ട് തല പുറത്തേക്ക് ഇട്ട സമയത്ത് തന്നെ ഒരു ട്രാപ്പിൽ അതിന്റെ തല കുടുങ്ങി പോകണം. അതിലേക്ക് ഇപ്പോ ഈ ഡ്രേക്ക് അതിന്റെ തല കുടുക്കി വെച്ച് ടൈറ്റ് ആക്കുകയാണ്. അതായത് ഈ ജീവിക്ക് ഇനി ഇറങ്ങാൻ കഴിയില്ല. ആ ഒരു സമയത്ത് ഡ്രേക്ക് ഒരു പ്രത്യേകതരം കത്തി അതിന്റെ കഴുത്തിലേക്ക് കുത്തി കയറ്റിയിട്ട് അതിന്റെ രക്തം ഒരു കപ്പിലേക്ക് ആക്കുകയാണ്. ആ രക്തം ഇപ്പോ ഈ ഡ്രേക്ക് കുടിക്കുന്നുണ്ട്. ഇതിനുശേഷം നേരെ ഡൈനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തായി കാര്യങ്ങളെന്ന് ഡ്രേക്ക് ഇപ്പൊ ഡൈനയോട് ചോദിക്കുമ്പോൾ ഡൈന പറയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല, ഇദ്ദേഹം നിരപരാധിയാണ്, ഇദ്ദേഹമല്ല രാജാവിനെ കൊന്നത്. എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ ഡ്രേക്ക് ഒരു കത്തി എടുത്തുകൊണ്ട് ഈ ഒരു ഡേവിനുണ്ടല്ലോ അവനെ കുത്തി കൊല്ലാനായിട്ട് വരികയാണ്. ഇപ്പൊ ഡൈന പോയിട്ട് ഇതിനെ തടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഡ്രേക്ക് ഡൈനയും കൊല്ലാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഡേവിന് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഡ്രേക്കിനെ തട്ടിയിടുകയാണ്. ആ ഗ്യാപ്പിൽ ഡൈന മുകളിലേക്ക് ഓടി രക്ഷപ്പെട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ അമ്മ
ഉണ്ടായിരുന്നില്ല. എങ്ങോട്ട് പോകണമെന്ന് ഇപ്പൊ ഡൈനക്ക് തിരിയുന്നില്ല. അപ്പൊ വന്ന വഴിയിലേക്ക് തന്നെ അവള് തിരിച്ചു വരുമ്പോൾ അവിടെ തന്നെ ഇപ്പൊ ഡേവിൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഡേവിന് ഡൈനയെ നോക്കിയിട്ട് പറയാണ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെടണം. കാരണം ഡ്രേക്ക് ആ ഒരു ഡ്രാഗന്റെ രക്തം കുടിച്ചിരിക്കുകയാണ്. അവനിപ്പോ ഭയങ്കര ശക്തിയായിരിക്കും. ഒരു ഇത്തിരി നേരത്തേക്ക് ഞാൻ അവൻ എങ്ങനെയൊക്കെയോ മയക്കി വെച്ചിട്ടുണ്ട്. വാ നമുക്ക് രക്ഷപ്പെടാനത്. ഇവർ ആ ഒരു വന്ന വഴിയുണ്ടല്ലോ, ആ ഒരു ഡ്രാഗൺസ് ഒക്കെ ഉള്ള ഏരിയ, അതിലൂടെ രക്ഷപ്പെടാൻ നിൽക്കുമ്പോൾ ഡൈനയുടെ മുന്നിലേക്ക് തന്നെ ഒരു പല്ലിയെ പോലെ തോന്നിക്കുന്ന ഒരു ജീവി വന്നു നിൽക്കുകയാണ്. അതായത് ആ ഒരു ഡ്രാഗൺ തന്നെയാണ്. അതിപ്പോ ഡൈനയുടെ കൈകളിലേക്ക് കടിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന ഡേവിൻ ഉണ്ടല്ലോ, ഒരു കുന്തം വെച്ച് ഇതിന്റെ കഴുത്തിലേക്ക് കുത്തി കയറ്റിയിട്ട് ആ ഒരു ജീവിയെ കൊന്നുകളയാണ്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുകയാണ്. നേരെ ചെല്ലുന്നത് ഡേവിന്റെ പരിചയക്കാരനായിട്ടുള്ള അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റിനെ പോലെ ഒരാളുണ്ട്, അയാളുടെ അടുത്തേക്കാണ്. അങ്ങനെ ഡേവിൻ എല്ലാ കാര്യങ്ങളും ഈ സയന്റിസ്റ്റിനോട് പറഞ്ഞപ്പോൾ അയാൾക്കും കാര്യങ്ങൾ മനസ്സിലായി. അതായത് നിന്റെ അച്ഛനെയും അമ്മയും, അതായത് രാജാവിനെയും മഹാറാണിയും കൊന്നത് മറ്റാരുമല്ല, ഡ്രേക്ക് തന്നെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും മരണപ്പെട്ട അടുത്ത അധികാരം വരാൻ പോകുന്നത് നിനക്കല്ലേ ഡേവിൻ, നീയല്ലേ അടുത്ത രാജാവ്. അതുകൊണ്ട് തന്നെ ആ ഒരു പദവി നിനക്ക് കിട്ടാതിരിക്കാനും ആ പദവി അവന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്ത ഈ ഒരു കൊലപാതകം നേരെ നിന്റെ തലയിൽ കെട്ടിവെച്ചത്. പിന്നീട് സയന്റിസ്റ്റ് ഡേവിന്റെ ദേഹത്ത് കുറച്ച് മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു, അതിന് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അടുത്ത സീനിൽ കൊട്ടാരത്തിൽ കാണിക്കുകയാണ്. ഇപ്പൊ കൊട്ടാരത്തില് പ്രധാനമായിട്ടും പ്രായമായിട്ടുള്ള കുറച്ച് പണ്ഡിതന്മാരുണ്ടാവുമല്ലോ. അപ്പൊ അടുത്ത രാജാവ് ആരാവണം എന്ന് തീരുമാനം എടുക്കേണ്ടത് ഈ പണ്ഡിതന്മാരാണ്. അപ്പൊ ഈ പണ്ഡിതന്മാരുടെ കൂടെ തന്നെ ആരുണ്ട്, ഡേവിനുണ്ട്. അപ്പൊ ഡേവിനോട് ഈ ഒരു പണ്ഡിതന്മാര് പറയാണ്, അതായത് പുരോഹിതര് പറയാണ്, പെട്ടെന്നൊന്നും നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, അതായത് അടുത്ത രാജാവിനെ നിർണ്ണയിക്കാൻ കഴിയില്ല. നിന്റെ ചേട്ടന്റെ നേരെ കുറ്റം ആരോപിക്കപ്പെട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇതുവരെയായിട്ടും അത് തെളിഞ്ഞിട്ടില്ല. മാത്രമല്ല നിന്റെ ചേട്ടനെ ഇപ്പൊ കാണാനുമില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് ഈ പുരോഹിതര് പറയാണ്. എന്നാൽ ദേഷ്യം വന്ന ഈ ഡ്രേക്ക് ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഒരു പുരോഹിതനെ പിടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ട് അതിന്റെ മൂടിയ കിടക്കാണ്. താഴ്ഭാഗത്താണ് ആ ഒരു ഡ്രാഗൺസ് ഉള്ളത്. ഈ ഒരു കാഴ്ചയെല്ലാം കണ്ട് ബാക്കിയുള്ള പുരോഹിതര് ആകെ ഞെട്ടി വിറച്ചു പോകുന്നുണ്ട്. അവരോടിപ്പോ ഈ ഡ്രേക്ക് പറയാണ്, ഞാൻ തന്നെയാണ് അടുത്ത രാജാവ്, ഇനി അതിൽ ആലോചിക്കാനൊന്നുമില്ല. അങ്ങനെ രാജാവായി കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രേക്ക് കൊടുത്ത ആദ്യത്തെ ഉത്തരവ്, എന്റെ ചേട്ടൻ എവിടെയാണോ അവരെ കണ്ടുപിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നവർക്ക് നല്ല പാരിതോഷികം കിട്ടും. കൂടെ തന്നെ മന്ത്രവാദിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി, അതായത് ഡൈനയും. അങ്ങനെ പട്ടാളക്കാർ മുഴുവനായിട്ടും എല്ലാ വീടുകളിലേക്കും കയറി ഇറങ്ങിയിട്ട് പരിശോധന ആരംഭിക്കുകയാണ്. ഏകദേശം എല്ലാ വീട് പരിശോധിച്ച് കഴിഞ്ഞിട്ടും ഇപ്പൊ രണ്ടുപേരെയും, അതായത് മൂത്ത മകനായിട്ടുള്ള ഡേവിനെയും നമ്മുടെ ഡൈനയും കിട്ടിയിട്ടില്ല. ഇനി ആകെ ബാക്കിയുള്ളത് ആ ഒരു സയന്റിസ്റ്റിന്റെ വീട് മാത്രമാണ്. ഈ പട്ടാളക്കാരെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് എത്തി വാതിൽ തട്ടാണ്. ഇപ്പൊ ജനലിന്റെ ആ ഒരു ഗ്യാപ്പിലൂടെ വന്ന പട്ടാളക്കാരെ കണ്ടപ്പോൾ സയന്റിസ്റ്റ് ഇവരോട് പറയാണ് പോയിട്ട് ഒളിക്കാൻ വേണ്ടി. രണ്ടുപേരും രണ്ട് ഭാഗത്ത് പോയി ഒളിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ പട്ടാളക്കാർ വാതിൽ തട്ടാണ്. ക്ഷമ നശിച്ചപ്പോൾ ഇവര് വാതിലും വിളിച്ച് ഉള്ളിലേക്ക് വരുന്നുണ്ട്, മുഴുവനായിട്ട് പരിശോധിക്കുകയാണ്. കൂടെ തന്നെ ഇപ്പൊ ഡ്രേക്കും ഉണ്ട്. പക്ഷേ മുഴുവൻ പരിശോധിച്ചിട്ടും അവിടെ രണ്ടുപേരെയും കാണാൻ കഴിയുന്നില്ല. രണ്ടുപേരും പോയിട്ട് രഹസ്യമായ സ്ഥലത്ത് തന്നെ നേരത്തെ ഒളിച്ചിട്ടുണ്ട്. അപ്പോ ഈ ഒരു വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു വീട് തന്നെയാണ് ഡ്രേക്കിന് നല്ല സംശയം. അതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ആ വീടിന് തീയിടാൻ വേണ്ടിയിട്ട് ഡ്രേക്ക് പറയാണ്. അതുപോലെ തന്നെ ചെയ്യാണ്. ഇപ്പൊ വീടിന് തീയിട്ടു. ഒരു പരിധിയിൽ കൂടുതൽ അതിന്റെ ഉള്ളിൽ പുക നിറഞ്ഞ സമയത്ത് നമ്മുടെ ഡൈനയ്ക്ക് അതിന്റെ ഉള്ളിൽ നിൽക്കാൻ കഴിയുന്നില്ല. അവള് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. അവള് വന്ന സമയത്ത് തന്നെ അവളെ പട്ടാളക്കാർ തൂക്കിയെടുക്കുന്നുണ്ട്. മാത്രമല്ല ഇത് ആ ഒരു സയന്റിസ്റ്റിന്റെ വീടായതുകൊണ്ട് തന്നെ കുറെ കെമിക്കൽസും കുറെ വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ തീ പിടിച്ചപ്പോൾ ഉണ്ടല്ലോ അതെല്ലാം കൂടി നിന്നങ്ങ് പൊട്ടാൻ ആരംഭിക്കുകയാണ് കേട്ടോ. അവസാനം ഈ സയന്റിസ്റ്റിന്റെ വീട് മുഴുവനായിട്ടും കത്തി അമർന്നു പോവാണ്. അതിൽപ്പെട്ട് മൂത്ത മകനായിട്ടുള്ള ഡേവിന്, അതായത് യുവരാജാവ് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ ഡേവിൻ മരിച്ചല്ലോ. ആ ഒരു ധാരണയിൽ ഡ്രേക്കും അവന്റെ പട്ടാളക്കാരും കൂടി ഇവിടുന്ന് തിരിച്ചു പോവാണ്. ഇവരുടെ കൂടെ തന്നെ മന്ത്രവാദിനിയായിട്ടുള്ള നമ്മുടെ ഡൈനിയും കൂടെയുണ്ട്. പക്ഷെ ഇവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അതിനായിട്ട് ഈ പട്ടാളക്കാരെ പിടിച്ചുകൊണ്ടുവന്ന ഈ സയന്റിസ്റ്റ് ഉണ്ടല്ലോ, അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കെമിക്കൽ ഇപ്പൊ ഉപയോഗിക്കുകയാണ്. അവിടെ മുഴുവനായിട്ട് ഒരു പുക നിറയുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ ഡൈനയോട് രക്ഷപ്പെടാൻ വേണ്ടി പറയണം. അവൾ ഓടി. അതുപോലെ തന്നെ സയന്റിസ്റ്റ് രക്ഷപ്പെട്ടു. ഡൈനയുടെ പിന്നാലെ ഇപ്പൊ പട്ടാളക്കാർ പോയിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഡൈനയെ പിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഒരു സയന്റിസ്റ്റിനെ ഇവർ പൊക്കുകയാണ്. അങ്ങനെ ഡൈന അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ട് ഈ പട്ടാളക്കാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുതിരവണ്ടിയുടെ അടിയിൽ കുറെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ പോയിട്ട് ഒളിക്കാൻ കേട്ടോ. പതിയെ പതിയെ അവിടെ കിടന്നൊന്നും മയങ്ങി പോകുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഡൈനയെ കൂടാതെ അവിടെ മറ്റൊരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് ഡൈനയെ വിളിച്ചിട്ട് പറയാണ്, ഇത് എന്റെ സ്ഥിരം സ്ഥലമാണ്, ഇവിടുന്ന് മാറിക്കിടക്ക്, അല്ലെങ്കിൽ കത്തി വെച്ച് ഞാൻ ഒരൊറ്റ കുത്തു തരുന്നു. ഇപ്പോ ഈ പെൺകുട്ടി പറയാണ്. ഈ പെൺകുട്ടിയുടെ പേര് റോസ് എന്നാണ് അവിടെ. അപ്പൊ റോസ് പറയുന്നൊന്നും വലിയ കാര്യമായിട്ട് ഡൈന എടുക്കുന്നില്ല. അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, അതുപോലെ തന്നെ പേടിയുണ്ട്. അവൾ അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുറെ പേര് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് ബ്രെഡുകൾ അങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ബ്രെഡ് എല്ലാം വെക്കുന്ന ഒരു ഫാക്ടറി പോലെയുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈ റോസ് ഉണ്ടല്ലോ എഴുന്നേറ്റ് വന്നിട്ട് അവിടെയുള്ള ഒരാൾക്ക് ചോദിക്കുകയാണ്, ഒരു ബ്രെഡ് ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഫ്രീ ആയിട്ട് തരുമെന്ന്. പക്ഷെ ഇയാളൊന്നും കേട്ടില്ല. ഇയാളിപ്പോ ഈ രണ്ട് പിള്ളേരെ ആട്ടി ഓടിപ്പിക്കുകയാണ്, പൊയ്ക്കേ പിള്ളേരെ എന്ന് പറഞ്ഞിട്ട്. പാവം രണ്ടുപേർക്കാണെങ്കിൽ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഇപ്പോ ഈ ഡൈനി ഉണ്ടല്ലോ ഈ ഒരു സെയിൽസ്മാന്റെ കണ്ണിലേക്ക് നോക്കുകയാണ് കേട്ടോ. അപ്പൊ തരില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ ഓടിപ്പിച്ച ആ ആള് തന്നെ, മക്കളെ ഇതാ അങ്ങോട്ട് വാ, ഇതാ ഈ ബ്രെഡ് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ബ്രെഡ് കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റോസ് ചോദിക്കുകയാണ്, അല്ലടി നിനക്ക് എന്തെങ്കിലും വല്ല ശക്തിയുണ്ടോ, നീ മന്ത്രവാദിയാണ്? ഏയ് അങ്ങനെയൊന്നുമില്ല എന്നും പറഞ്ഞിട്ട് ഡൈന അതിന്റെ പകുതി ഇപ്പോ ഈ റോസിന് കൊടുക്കുകയാണ്. മാത്രമല്ല ഇവർ രണ്ടുപേരും പിന്നീട് നല്ല കൂട്ടുകാരാവുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ കടയിലേക്ക് ചെല്ലും, ഓരോരുത്തരുടെയും കണ്ണിലേക്ക് നോക്കി നിയന്ത്രിച്ചുകൊണ്ട് ഇവര് വാങ്ങിയെടുക്കുകയും ചെയ്യും. എന്നാൽ ഈ റോസിന് ഭയങ്കരമായിട്ട് സംശയം, സത്യം പറ ഡൈന നീ ഒരു മന്ത്രവാദിയല്ലേ? അവസാനം ഡൈന സത്യം പറയാൻ കേട്ടോ, അവളൊരു മന്ത്രവാദി തന്നെയാണ്. പക്ഷേ ഇത് കേട്ട സമയത്ത് റോസിന് പേടിയൊന്നും തോന്നില്ല. അതുപോലെ തന്നെ ഈ ഡൈനയെ തേടിക്കൊണ്ട് കുറെ പട്ടാളക്കാർ വരുന്നുണ്ട്. അവൾ അപകട
അപകടത്തിലാണെന്ന് മനസ്സിലായ ഈ റോസ് ഡൈനെ ഒരു സ്ഥലത്ത് കൊണ്ട് ഒളിപ്പിച്ചിട്ട് അവളുടെ ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റുകയാണ്. അതായത് മുടിയെല്ലാം വെട്ടി പെട്ടെന്ന് കണ്ട ഒരു ആൺകുട്ടിയാണെന്നേ പറയുള്ളൂ. ഇവിടെ സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ പിന്നീട് കോട്ടയിൽ കാണിക്കുകയാണ്. കോട്ടയുടെ അടിഭാഗത്തായിട്ട് കുറെ അറകളുണ്ട് കേട്ടോ. ആ അറയെല്ലാം തുറന്നു വെച്ചിരിക്കുകയാണ്. കാരണം അതിൽ നിറയെ എന്താണ്, ആ ഒരു ഡ്രാഗൺസ് ആണ്, ജീവികളാണ്. അപ്പൊ പബ്ലിക്കിനെ എല്ലാം ഇതൊന്ന് കാട്ടി അവരൊന്ന് ഭയപ്പെടുത്തി നിർത്താനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഡ്രേക്ക്. അതുകൊണ്ട് തന്നെ ആ കോട്ടയുടെ വാതിൽ തുറന്നിട്ട് മുൻഭാഗത്തായിട്ട് ഒരു ആടിനെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും നോക്കി നിൽക്കെ ഈ ജീവികൾ വന്നിട്ട് ഈ ആടിനെ കടിച്ചെടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഒരു ഭയമായി, ഇങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് കരുതിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു പബ്ലിക്കിന്റെ ഇടയിൽ ഡൈനിയും അതുപോലെ ഈ റോസും ഉണ്ടായിരുന്നു. എന്നാൽ ആ കൂട്ടത്തിൽ ഒരു പട്ടാളക്കാരന് പെട്ടെന്ന് എന്തോ ഒരു സംശയം ഡൈനിയെ കണ്ടപ്പോ അവളൊന്ന് സൂക്ഷിച്ചു നോക്കി. നീ 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 ആ ഒരു പെൺകുട്ടിയല്ലേ, മന്ത്രവാദിയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിൽ ഡൈന ഓടി രക്ഷപ്പെടുകയാണ്. ആ ഓടുന്നതിന്റെ ഇടയിൽ ഒരു പട്ടാളക്കാരന്റെ ദേഹത്ത് തട്ടിയിട്ട് അവൾ നിലത്ത് വീഴുന്നുണ്ട്. എന്നാൽ ഈ ഒരു പട്ടാളക്കാരൻ പെട്ടെന്ന് തന്നെ ഡൈനെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ കുഴപ്പമില്ല, എന്തെങ്കിലും കട്ടിട്ട് ഓടിയതാണോ, വിട്ടേക്ക്, ചെറിയ കേസല്ലേ, നീ പോയിക്കോടെ ചെക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡൈനി പറഞ്ഞേക്കാൻ നിൽക്കുമ്പോ അറിയാതെ അവന്റെ കയ്യിലൊന്ന് പിടിച്ചു പോവാണ്. ആ പിടിച്ചതിന് ശേഷം ഇപ്പൊ ഈ പട്ടാളക്കാരന് മനസ്സിലായി ഇത് അവനല്ല അവളാണെന്ന്. കാരണം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കൈയൊന്നും ആണുങ്ങൾക്ക് ഉണ്ടാവില്ലേ. പിന്നീട് അവളുടെ ആ ഒരു തലയെല്ലാം ഒന്ന് ഓക്കെ ആക്കിയിട്ട് ശരിക്കും നോക്കിയപ്പോൾ മനസ്സിലായി, അതായത് രാജാവ് തേടാൻ പറഞ്ഞ ആ ഒരു മന്ത്രവാദിയുടെ മകളുണ്ടല്ലോ, അത് ഇവൾ തന്നെയാണ്, അത് ഡൈനി തന്നെയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഡൈനിയെ തൂക്കിയെടുത്തുകൊണ്ട് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ പട്ടാളക്കാരൻ നിൽക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇവരുടെ മാസ്റ്റർ ഉണ്ടല്ലോ, ആ ഒരു മുട്ട പറയാണ്, തൽക്കാലം ഈ ജോലി ഞാൻ ചെയ്തോളാം. അങ്ങനെ ഇപ്പൊ ഡൈനിയെ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു മാസ്റ്റർ കെട്ടിയിടുകയാണ്. പിന്നീട് ഈ വിവരം നേരെ ചെന്നിട്ട് ഡ്രേക്കിനോട് പറയണം, അതായത് ആ ഒരു മന്ത്രവാദിയായിട്ടുള്ള കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ഡ്രേക്ക് പറയാണ്, നാളെ ആ ഭീകരരൂപികളെ കാണാനായിട്ട് എല്ലാ പബ്ലിക്കും തടിച്ചുകൂടില്ലേ, അപ്പോ അവരുടെ ഇടയിൽ വെച്ച് തന്നെ അവളെ കൊന്നു കളഞ്ഞേക്ക്, അതായത് ആ ജീവികൾ ഇട്ടുകൊടുത്തേക്ക്. ഇപ്പൊ ഈ ഒരു മാസ്റ്റർ പറയാണ്, രാജാവേ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ദുഷ്ടനാണെന്ന് എല്ലാ പബ്ലിക്കും മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ വേണമെങ്കിൽ ആ പെൺകുട്ടിയെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ഞാൻ തന്നെ തട്ടിക്കളയാം. കുറച്ചേരം ആലോചിച്ചപ്പോൾ ഡ്രേക്കിന് മനസ്സിലായി, ശരിയാണ്, ഇപ്പോ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചെറിയൊരു പെൺകുട്ടിയെ ഇതുപോലെ ഉപദ്രവിച്ച് കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ പേരാകെ നാശമായി പോയി. അപ്പൊ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഡൈനെ കഴുത്തറുത്ത് കൊന്നേക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡ്രേക്ക് അവന് പെർമിഷൻ കൊടുക്കണം, അതായത് ഈ മാസ്റ്ററിന്. അതുപോലെ തന്നെ മാസ്റ്റർ രഹസ്യമായിട്ട് നമ്മുടെ ഡൈനിയുമായിട്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഡൈനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ആര് വരുന്നുണ്ട്, റോസ് വരികയാണ്. എന്നാൽ ഈ രണ്ട് ചെറിയ പെൺകുട്ടികൾക്കും ഒരു എന്താ പറയാ പടയുടെ മാസ്റ്ററിനെ കീഴടക്കാൻ കഴിയോ, ഇല്ലല്ലോ. മാസ്റ്റർ ഇപ്പോൾ റോസിനെയും തൂക്കിയെടുത്ത് വണ്ടിയിലിടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരെയും കാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവരുടെ കണ്ണിന്റെ കെട്ടുകൾ അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മാസ്റ്റർ ഈ ഡൈനിയോട് പറയാണ്, ഞാൻ എന്തായാലും നിന്നെ കൊല്ലാൻ പോകുന്നില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ രക്ഷിക്കാനും കഴിയില്ല, അതുകൊണ്ട് ഈ ഒരു നാട് വിട്ട് നിങ്ങൾ പോയിക്കോ, കാരണം അവന്റെ ആളുകൾ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊന്നുകളയും. ഇപ്പൊ ഡൈന് പറയാണ്, ഒരിക്കലും എനിക്ക് ഈ നാട് വിട്ട് പോകാൻ കഴിയില്ല, കാരണം എന്റെ അമ്മ ഇപ്പോഴും ആ ഒരു കോട്ടയിലാണ്, എനിക്ക് എന്റെ അമ്മയെ രക്ഷപ്പെടുത്തണം. ഇത് കേട്ടപ്പോൾ ഈ മാസ്റ്റർ പറയണം, ഒരിക്കലും അത് നടക്കില്ല, കാരണം നാളെ രാവിലെ നിന്റെ അമ്മയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊന്നു കളയാൻ വേണ്ടി പോവാണ്, മന്ത്രവാദിയാണെന്ന് പറഞ്ഞിട്ട്. നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ, അമ്മയെ രക്ഷിക്കാൻ നിന്നാ നീയും മരിച്ചു എന്ന ഡൈന വാശി പിടിക്കാണ് കേട്ടോ. ഇപ്പൊ ഈ മാസ്റ്റർ എന്നാ പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് അവരെ രക്ഷപ്പെടുത്താം. അതുപോലെ തന്നെ ഡൈനയ്ക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാനായിട്ട് ഒരു സ്ഥലം വേണ്ടേ. അപ്പൊ ആ ഒരു കാട്ടിന്റെ ഒരു ഭാഗത്തൂടെ ഇവരങ്ങനെ ഒരു വീട് അന്വേഷിച്ചു പോകുന്ന സമയത്ത് ഒരു വീട് കാണാണ്. ആ വീടിന്റെ വാതിൽ മുട്ടി. അപ്പൊ ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് ആ സ്ത്രീയെ കണ്ടപ്പോൾ ഡൈനയ്ക്ക് ആളെ മനസ്സിലായി കേട്ടോ. അതായത് ആ ഒരു മൂത്ത രാജകുമാരനായിട്ടുള്ള ഡേവിനും നമ്മുടെ ഡൈനി ഇവരെല്ലാവരും കൂടെ ആ ഒരു സയന്റിസ്റ്റിന്റെ മുറിയിൽ പോയ സമയത്ത് സയന്റിസ്റ്റിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റിന്റെ സഹായിയായിരുന്നു ഈ ഒരു സ്ത്രീ. ഇവരിപ്പോ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരാളെ കണ്ടിട്ട് ഡൈനി ഞെട്ടി പോകുന്നുണ്ട്. മറ്റാരുമല്ല, മൂത്ത രാജകുമാരൻ തന്നെ, ഡേവിൻ തന്നെ. അപ്പൊ ഡേവിൻ എങ്ങനെയാണ് അന്നുണ്ടായിരുന്ന അപകടത്തിൽ രക്ഷപ്പെട്ടത്. ഇപ്പൊ ഡൈന പുറത്തേക്ക് ഇറങ്ങി ഓടിയ സമയത്ത് അന്ന് ഡേവിൻ അതിന്റെ മറുഭാഗത്തേക്ക് ഇറങ്ങി ഓടി പാലത്തിന്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് സയന്റിസ്റ്റിന്റെ സഹായിയായിട്ടുള്ള ഈ സ്ത്രീ ഇപ്പോൾ രക്ഷിച്ച് നമ്മുടെ കുമാരനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാണ്. അതായത് നാളെ ഡൈനയുടെ അമ്മയെ കൊല്ലാൻ പോവുകയല്ലേ, അപ്പൊ എങ്ങനെയെങ്കിലും ആ ഒരു വധശിക്ഷയിൽ നിന്നും ഡൈനയുടെ അമ്മയെ രക്ഷപ്പെടുത്തണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇപ്പൊ ആ ഒരു കോട്ടയിൽ കാണിക്കാണ്. മാത്രമല്ല എല്ലാ ആൾക്കാരുടെ മുന്നിലേക്കും ഡൈനയുടെ അമ്മയെ കൊണ്ടുപോയി നിർത്തിയിട്ട് മുകളിൽ നിന്നും ഈ ഡ്രേക്ക് ഉറക്കനെ വിളിച്ചു പറയണം, അതായത് അവന്റെ അച്ഛനെ, അതായത് രാജാവിനെ കൊല്ലാൻ കൂട്ടുനിന്നില്ലേ. അതുപോലെ തന്നെ മൂത്ത മകനായിട്ടുള്ള ഡേവിൻ, അവനാണല്ലോ രാജാവിനെ കൊന്നത്. അന്ന് രാജാവിനെ കൊല്ലാൻ വേണ്ടി സഹായിച്ച മന്ത്രവാദിയിൽ ഒരാളാണ് ഈ നിൽക്കുന്ന സ്ത്രീ. അതായത് ഡൈനയുടെ അമ്മയെ ചൂണ്ടിക്കാണിച്ചിട്ടാ പറയുന്നത്. ഇപ്പൊ എല്ലാ ആൾക്കാരും ഡൈനയുടെ അമ്മയെ കൊല്ലാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതേ ആൾക്കൂട്ടത്തിൽ തന്നെ ഡൈനി ഉണ്ടായിരുന്നു. അവളിപ്പോ പതിയെ മുന്നിലേക്ക് വന്നിട്ട് ഉറക്കനെ വിളിച്ചു പറയാണ്, സത്യം പറ, എന്താണ് നടന്നതെന്ന്. എല്ലാവരും എല്ലാ രഹസ്യങ്ങളും അറിയട്ടെ. ഇപ്പൊ എല്ലാവരും നമ്മുടെ ഡൈനിയെ തന്നെ നോക്കുകയാണ് കേട്ടോ. ഇത് ഏതാണ് ഈ പെൺകുട്ടി എന്ന രീതിയിൽ എല്ലാവരും അവളെ നോക്കുമ്പോൾ അവിടെ തന്നെ ഉറക്കനെ വിളിച്ചു പറയാണ്, എന്റെ അമ്മയാണ് ആ നിൽക്കുന്നത്, ഞാനും ആ ഒരു മന്ത്രവാദികളുടെ കൂട്ടത്തിൽ പെട്ടയാണ്. എനിക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഒരാളുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അയാൾ എന്തൊക്കെയാ ചെയ്തത്, അയാളുടെ എല്ലാ ചരിത്രവും എനിക്ക് അറിയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് സത്യം പുറത്തു കൊണ്ടുവരണം. എനിക്ക് രാജാവിന്റെ കണ്ണുകളിലേക്ക് നോക്കണം. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം എന്താണെന്ന് അറിയാൻ കഴിയും. ഇപ്പൊ ജനങ്ങളെല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയാണ്, അതായത് ഈ കുട്ടിയെ മുകളിലേക്ക് കൊണ്ടുപോകും, ഈ കുട്ടിയുടെ ശക്തി ഉപയോഗിച്ചിട്ട് രാജാവിന്റെ കണ്ണുകളിലേക്ക് നോക്കാൻ പറ. അങ്ങനെ ഈ പബ്ലിക് ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് തന്നെ ഡ്രേക്കിന് മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. അവളെ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇപ്പോ ഡൈന ഡ്രേക്കിന്റെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. പക്ഷെ ഡ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഡ്രാഗന്റെ രക്തം കുടിക്കുന്നതുകൊണ്ട് തന്നെ അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് അവന്റെ ഉള്ളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവൻ എന്തൊക്കെയാ ചെയ്തത് എന്ന് ഡൈനയുടെ ആ ഒരു ശക്തി ഉപയോഗിച്ച്
ഉപയോഗിച്ചിട്ട് അവൾക്ക് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതേ സമയം തന്നെ ഡൈനയെ ഒരു ഭാഗത്തേക്ക് ഈ ഡ്രേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരികയാണ്. അവളുടെ അമ്മയുടെ അടുത്ത് തന്നെ നിർത്തിയിട്ട് പറയാണ്, എന്റെ അച്ഛനെ കൊന്നവരുടെ കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുണ്ട്, ഇതും ഒരു ദുർമന്ത്രവാദിയാണ്, ഇവളെയും കൊല്ലണ്ടേ. പെട്ടെന്ന് തന്നെ ഡ്രാഗൺസിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂട് തുറക്കുകയാണ്. അപ്പോഴേക്കും ആ കൂടുകൾ തുറന്നിട്ട് ഈ മുതലേ പോലെയുള്ള ആ ഒരു വലിയ ജീവികൾ ഉണ്ടല്ലോ അത് പതിയെ പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതേ സമയം തന്നെ മരണം ഉറപ്പായ ഡൈന മറ്റൊരു രക്ഷയില്ല, അവൾ അവസാനം ആ ഒരു ഐഡിയ തന്നെ ഉപയോഗിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളുടെ കണ്ണിലേക്കും അവളൊന്ന് നോക്കുകയാണ് കേട്ടോ. അവൾക്ക് കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നിയന്ത്രിക്കാനുള്ള ആ ഒരു ശക്തി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ശക്തി അവൾ ഉപയോഗിച്ചു. ഇപ്പൊ പബ്ലിക് എല്ലാവരും ഡൈനയും അവളുടെ അമ്മയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ ചില പട്ടാളക്കാരെയും ഡൈനയ്ക്ക് അവളുടെ ഭാഗത്ത് നിർത്താൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ കൺട്രോളിലേക്ക് വന്ന പട്ടാളക്കാരും കൺട്രോളിലേക്ക് വരാത്ത പട്ടാളക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ആരംഭിക്കുകയാണ്. ഇതേ സമയം തന്നെ ഡൈനയും അവളുടെ അമ്മയുടെയും നേർക്ക് ഒരുപാട് ഇതുപോലെയുള്ള മുതലേ പോലെയുള്ള ആ ഒരു വലിയ ജീവികളുണ്ടല്ലോ ഇത് വന്നിട്ട് ഇവരെ ആക്രമിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു പട്ടാളക്കാരൻ ആ ഒരു ജീവിയുടെ മുന്നിലേക്ക് ചാടി വീഴുകയാണ്. അതിന്റെ വായിലേക്ക് തന്നെ വാള് കുത്തി കയറ്റി അതിനെ കൊന്നുകളയാണ്. മുഖംമൂടി ഊരി നോക്കുമ്പോൾ മറ്റാരുമല്ല നമ്മുടെ മൂത്ത മകനുണ്ടല്ലോ രാജാവിന്റെ ഡേവിൻ, ആ കുമാരൻ തന്നെയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ചാടി പോയിട്ട് ഡേവിൻ ഇപ്പോൾ ഡ്രേക്കിനെ പിടിക്കുകയാണ്. അവന്റെ കഴുത്തിൽ തന്നെ വാള് വെച്ച് ആ ഒരു കഴുത്ത് വെട്ടിമുറിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അനിയനല്ലേ, വെട്ടാൻ തോന്നുന്നില്ല. അവന്റെ ഉള്ളിൽ ആ ഒരു ദയ കൊണ്ട് തന്നെ ആദ്യമൊന്നും ചെയ്തില്ല കേട്ടോ. പക്ഷെ സ്വന്തം അച്ഛനെ കൊന്ന മകനാണ് ഈ ഉള്ളത്, അപ്പൊ അവനെ കൊല്ലാതെ മറ്റു നിവർത്തിയില്ല, ഒന്നും നോക്കിയില്ല. ഇപ്പോ ഡേവിൻ ഡ്രേക്കിന്റെ കഴുത്തിലേക്ക് തന്നെ ആ ഒരു കത്തി അമർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര അമർത്തിയിട്ടും കത്തി ഉള്ളിലേക്ക് പോകുന്നില്ല. കാരണം അവന്റെ ഉള്ളിൽ ആ ഒരു ജീവികളുടെ അല്ലെങ്കിൽ ആ ഒരു മുതലകളുടെ തൊലിയുടെ കട്ടി പോലെയുള്ള ശക്തിയുണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഡേവിന് മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പോ ഈ ഡ്രേക്കിന്റെ പട്ടാളക്കാർ വരാനും തുടങ്ങി. ഇതേ സമയത്ത് തന്നെ ഈ ഡൈന ഉണ്ടല്ലോ അവളുടെ ആ ഒരു ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രേക്ക് പൂട്ടി വെച്ച് ഇവരുടെ ആൾക്കാരെ എല്ലാവരും ഫ്രീ ആക്കുകയാണ്. അതുപോലെ ഒരുപാട് മുതലകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മുതലകളെ പൂട്ടിയിട്ട് ആ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ ഉണ്ടല്ലോ അതിലൂടെ ഇവരെല്ലാവരും രക്ഷപ്പെട്ടു പോകാൻ കേട്ടോ. കൂടെ തന്നെ ഇപ്പൊ ഡേവിനുണ്ട്. മാത്രമല്ല അവിടെ ചെറിയൊരു ബോട്ട് ഉണ്ടായിരുന്നു, അതായത് മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ട് ഇട്ടോ, തോണി. അതിലേക്ക് കയറിയിട്ട് ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. മാത്രമല്ല മുതലകളും ഇതെല്ലാം ഉള്ള ആ ഒരു കോട്ടയുടെ ആ ഉൾഭാഗത്ത് ഇപ്പൊ ഡ്രേക്കും അവന്റെ കുറച്ച് പട്ടാളക്കാരും പെട്ടുപോകുന്നുണ്ട്. എന്തായാലും ആ ഒരു ചെറിയ തോണിയിൽ ഡൈനയും കുറച്ച് ആൾക്കാരും അതുപോലെ തന്നെ ഡ്രൈവിനും ഇവരെല്ലാവരും രക്ഷപ്പെട്ടു പോവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഡൈനയുടെ കൺട്രോൾ ഉണ്ടായിരുന്ന നാട്ടുകാരുണ്ടല്ലോ അവരും ഇവര് പോയ ആ ഒരു മലയുടെ മുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഒരു കൂട്ടമായിട്ട് തന്നെ അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല എല്ലാവരും ഒരു ഭയത്തോട് കൂടിയിട്ടാണല്ലോ നമ്മുടെ ഡൈനയെ നോക്കിയിരുന്നത്. എന്നാൽ ഡൈനയുടെ കൂടെ തന്നെ ഇരുന്നുകൊണ്ട് വളരെ കൂളായിട്ട് ഇവരെല്ലാവരും സംസാരിക്കുകയാണ്. അതായത് ഡൈനയോട് ഉണ്ടായിരുന്ന ആ ഒരു പേടി മുഴുവനായിട്ട് മാറിയിട്ട് അവളോട് വലിയൊരു ചങ്ങാത്തം കാണിക്കുകയാണ് ഈ നാട്ടുകാർ. അതുപോലെ തന്നെ ഇവരുടെ ലീഡറായിട്ട് തന്നെ നമ്മുടെ ഡേവിനും ഉണ്ട്. ഇവിടെ വെച്ച് ഈ സിനിമയുടെ ഈ ഭാഗം ഇവിടെ തീരെയാണ്.